മോളെ, നീ അച്ഛനില്ലാത്ത കുട്ടിയല്ല. അച്ഛനുണ്ട് നിനക്ക്. നിന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ട്. എന്താ വിശ്വാസം വരണില്ലേ? അവളുടെ നോട്ടം കണ്ടോ മാല ചേച്ചി? കാര്യം പറയുന്നുണ്ടോ? വല്യച്ഛൻ മോളുടെ അച്ഛനെ കണ്ടു. ഈശ്വര, എവിടെ? ഈ കന്യാകുമാരിയിൽ വെച്ച് ഇന്നലെ രാത്രി. എന്നിട്ട് എവിടെ? അച്ഛൻ വരില്ലേ വല്യച്ഛ? വല്യച്ഛൻ പറഞ്ഞില്ലേ ഞങ്ങളിവിടെ വന്നു? പറഞ്ഞു. പക്ഷേ മോളുടെ അച്ഛൻ. എന്താ രാധേട്ടാ, ബാലേട്ടൻ വരില്ല? നിർമ്മലേ, അയാളിപ്പോ പഴയ ബാലനല്ല, സന്യാസിയാണ്. സ്വാമി ആത്മചൈതന്യം. അയാൾ വരില്ല. ആരും ആയിക്കോട്ടെ രാധേട്ട, സന്യാസിയോ വേദാന്തിയോ ആരും ആയിക്കോട്ടെ, എന്റെ മോൾക്കൊന്ന് കണ്ടൂടെ? അയാൾക്കൊന്നും കേൾക്കുകയും അറിയുകയും വേണ്ടെന്ന് പറഞ്ഞു. നിന്റെ കഴുത്തിൽ അണിയിച്ചിരുന്ന താലി കടലിൽ സമർപ്പിക്കാൻ വന്നതാണ്. അത് കഴിഞ്ഞാലുടനെ മടങ്ങുന്നും പറഞ്ഞു. അച്ഛൻ ജീവിച്ചിരുന്നിട്ടും ഒരു താമ്പൂലം കൊടുത്ത അനുഗ്രഹം വാങ്ങാൻ ഭാഗ്യമില്ലാതായിപ്പോയല്ലോ എന്റെ മോൾക്ക്. താലിയുടെ ബന്ധം പോലും ഉപേക്ഷിക്കാൻ വന്ന ആൾക്കാണോ മോളുടെ കല്യാണം? എന്തോ അത് വേണം. എന്താ എവിടെ പോണേ? എന്താ ഈ കാട്ടണേ? പൂജ നടക്കുമ്പോ എഴുന്നേൽക്കേ. അതിനേക്കാൾ വലിയ കാര്യമാണ് അവൾ ചെയ്യാൻ പോകുന്നത്. അച്ഛാ, സർവൈശ്വര്യങ്ങൾ ഉണ്ടാവും. എന്റെ മോളെ ദീർഘസുമംഗലിയായിരിക്കട്ടെ. കയ്യിൽ അവശേഷിക്കുന്നത് ഇത് മാത്രമാണ്. ഉപേക്ഷിക്കാൻ വയ്യ, കടലിലൊഴുക്കാനും വയ്യ. ഈ മുദ്ര എന്റെ മോൾക്ക്. ഇത് കളയരുത്. അച്ഛന്റെ കണ്ണുനീര് വീണ് വീണ് തങ്കം പോലെ പവിത്രമാണിത്. എന്ത് തോന്നിയോസാണ് ഈ കാണിക്കണത്? എന്റെ അച്ഛനാണ്. ഏതച്ഛൻ? ചെല്ല്, മുഹൂർത്തം തെറ്റുണ്ട്. ഇക്കണ്ട കാലം തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്നിട്ട് ഇപ്പൊ തെണ്ടി തിരിഞ്ഞു വന്ന് കേറിയിരിക്കണു മാനക്കേണ്ടാക്കാൻ. നോക്കി പേടിപ്പിക്കാൻ ഇറങ്ങി പോണ വേണ്ടി. ഭയപ്പെടുത്തരുത്. ഭയപ്പെടുത്തിയത് എന്ത് ചെയ്യണം? കള്ള സന്യാസി, എന്നൊക്കെ പോലീസിൽ പിടിപ്പിക്കണം. ബഹളം ഉണ്ടാക്കരുത്. ഈ കല്യാണം നടക്കണം. നടത്തിക്കോ, ഞാനില്ല.
ഇപ്പൊ നീ പോവരുത്. പോയാൽ ഇവിടെ ബഹളാവും. പിന്നെ ഈ കല്യാണം നടക്കില്ല. നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് മുങ്ങിയതാ. എന്നിട്ടിപ്പോ കേറി വന്നിരിക്കണു റാസ്കൽ. മുഹൂർത്തം തെറ്റും. തെറ്റട്ടെ, എനിക്കിനി കല്യാണം നടക്കണമെന്നില്ല. ഡോക്ടറെ, എന്റെ ബന്ധു എന്നുള്ള നില ഇനി വേണ്ട. ലക്ഷക്കണക്കിന് രൂപ പറ്റിച്ചു മുങ്ങിയ ഒരു ക്രിമിനലിന്റെ മോള, ഒരു എരപ്പയുടെ മോളെ കെട്ടാൻ സമ്മതമാണെങ്കിൽ ആവാം, അല്ലെങ്കിൽ വേണ്ട. എന്തായാലും ഞാനില്ല, എന്റെ ആൾക്കാരും ഉണ്ടാവില്ല. ആ. എന്റെ മോളുടെ ജീവിതം തകർക്കരുത്. എന്താടാ ചെയ്യണ്ടേ? ഈ വിളക്കിന്റെ മുന്നിൽ വന്നിരുന്നു പോയില്ലേ? എന്തായാലും നടക്കട്ടെ. എന്താ പുതി? ഇത്തിരി ചോറ. ഇന്നിവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തുകാരുടെയാ. അമ്മേ, എനിക്ക് ആ ചോറിത്തിരി തരൂ. അയ്യോ, ഈ ചോറോ? ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് തരാം. എനിക്ക് ആ ചോറാണ് ഉണ്ടത്. ആ കല്യാണത്തിന്റെ ചോറ് ഒരു പിടി ഉണ്ണണം. അതെന്താ? ആഗ്രഹങ്ങൾ ബാക്കിയാവണ്ട. അയ്യോ, എങ്ങനെ വിളമ്പും? കൈകൊണ്ടിട്ടാ മതി. കണ്ണിൽ വെള്ളം പൊടിഞ്ഞല്ലോ. എരിവ് കൂടുതലുണ്ടോ? ഇല്ല. നമസ്കാരം. നമസ്കാരം. ഊണ് കഴിക്കുന്നേ ഉള്ളൂ. അതെ, എന്നോടുള്ള പിണക്കമൊക്കെ തീരണം. ഞാൻ വന്നു, പ്രാർത്ഥിച്ചു. ഇപ്പതാ ഒരു പിടി ചോറും ഉണ്ടു. ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിന്റെ ചോറ. തൃപ്തിയായി. എല്ലാം മംഗളമായിരുന്നല്ലോ അല്ലേ? കൃഷ്ണേട്ടനും കുറച്ചാളുകളും പിണങ്ങിപ്പോയി. ഞാൻ വന്നതുകൊണ്ടാണ്. വരണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ മനുഷ്യനല്ലേ, ആഗ്രഹങ്ങളും വാസനകളും ഇല്ലാതാവില്ലല്ലോ. വരരുതായിരുന്നു. ഞങ്ങള് ഒരു സങ്കടം പറയാനാണ് വന്നത്. എന്നോട് സങ്കടം പറയേ. എന്റെ സങ്കടം ഞാൻ ആരോട് പറയും? നിർമ്മലയുടെ നേരെ ഒന്നും നോക്കുപോലും ചെയ്തില്ലെന്ന് പറഞ്ഞ് അവള് ഭയങ്കര കരച്ചില്. എന്തിനാണ് നോക്കുന്നത്? ഞാൻ സദാ അവരെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. വന്ന് അവളോടൊരു വാക്ക് മിണ്ടിക്കൂടെ? അല്ലെങ്കിൽ അവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരട്ടെ? വേണ്ട, എനിക്ക് കാണാൻ വയ്യ. പിണക്കമോ പരിഭവമോ അല്ല. 9 വർഷങ്ങളായി ആത്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്നവനാണ് ഞാൻ. മന്ത്രദീക്ഷ കിട്ടിയിട്ട് 5 വർഷം, ബ്രഹ്മചര്യം 2 വർഷം, ധ്യാനം, തപസ്, പ്രാർത്ഥന. മനസ്സിനെ അടക്കി നിർത്താൻ പാടുപെടുകയാണ്. ഇപ്പോ ഒട്ടയ്ക്ക് അതിന് കഴിയുകയും ചെയ്യുന്നു. പാലേട്ട എന്നൊരു വിളി മതി, ഒരു നീർക്കുമിള പോലെ അത് പൊട്ടിത്തകരാൻ. ദയവ് ചെയ്തെന്നെ മനസ്സിലാക്കണം. ഇതൊക്കെ എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? എന്നെ ചോദ്യം ചെയ്യരുത്. എന്റെ വഴി ഇതാണെന്ന് ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. കുറച്ചു ദൂരം കൂടിയേ ഉള്ളൂ എന്റെ ലക്ഷ്യത്തിലെത്താൻ. ഇനി ഒരു തിരിച്ചു വരവില്ല. എന്നെ പിന്നോട്ട് വിളിക്കരുത്. നിർമ്മലയ്ക്ക് ഇനി ആരുണ്ട്? നിങ്ങളൊക്കെ ഇല്ലേ, അത് ധാരാളം. അവളോട് ഞങ്ങൾ ഇനി എന്ത് പറയണം? എന്നെ മനസ്സിലാക്കാൻ പറയൂ. എനിക്ക് അവരോട് എന്നും സ്നേഹം മാത്രമേ ഉള്ളൂ. പരിഭവത്തിന് ഒരു കണിക പോലുമില്ല. ആഗ്രഹിക്കാതെ പിരിഞ്ഞുപോയി വിധി.
അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ പിരിയാതെ ജീവിക്കാൻ പ്രാർത്ഥിക്കാൻ പറയും. പ്രാർത്ഥിക്കാം. പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു ദുഷ്യന്തനോ ശകുന്തളയോ നളനോ ദമയന്തിയോ ഒക്കെ ആയിരുന്നിരിക്കാം. പ്രാർത്ഥിക്കാം അവരൊന്നും അല്ലാതെ മറ്റാരെങ്കിലും ആയിട്ട് ജനിക്കാൻ. എനിക്കിത് മതി. ഇപ്പൊ ഞാൻ അനാഥയാണെന്ന് തോന്നണില്ല. നിങ്ങളിനി വൈകിയ ട്രെയിൻ തെറ്റും. നീ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ താമസിക്കണ എന്തിനാന്ന് എനിക്ക് മനസ്സിലാത്തത്. കൂട്ടിനുള്ള ആള് ആത്മസാക്ഷാത്കാരം തേടി പോവല്ലേ. പിന്നൊരാള് കൂട്ടുവരാന്ന് പറഞ്ഞു. മൂപ്പര് പിണങ്ങിയും പോയി. എനിക്കിവളുടെ ചിരി കാണുമ്പോഴാ. ഞാൻ ഇനിയും കരയണോ? മതി. എനിക്കിപ്പോ ഒരു ദുഃഖമില്ല, സന്തോഷ. ബാധ്യതകളൊന്നുമില്ല, അലട്ടുന്ന ചിന്തകളില്ല. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ സന്യസിക്കാം. പക്ഷേ ഞാൻ സന്യസിക്കൊന്നുമില്ല. ഒളിച്ചോട്ടം അല്ലേ അത്? ഒളിച്ചോട്ടം. ഞാനൊരു കാര്യം പറഞ്ഞാ നീ കേക്കൂ. നമുക്ക് ഒറ്റപ്പാലത്തിന് പോവാം. ഇപ്പൊ എനിക്ക് 2-3 ദിവസം സുഖമായിട്ട് ഇവിടെ കഴിയണം. ഉദയവും അസ്തമനവും ഒക്കെ കണ്ട് കടല് കണ്ട് അങ്ങനെ സുഖമായിട്ട്. നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് ഞങ്ങൾ എങ്ങനെ സമാധാനമായിട്ട് പോവാ? ചേച്ചിക്ക് എന്തിനാ സമാധാനക്കേട്? ഞാൻ ചെറിയ പെൺകുട്ടിയൊന്നും അല്ലല്ലോ. എനിക്ക് മനസ്സിലാവില്ല. ഒരു തീരുമാനവും ഇല്ലാതെ. മനസ്സിലാക്കാൻ ഒന്നുമില്ല. ഏതായാലും ഒന്ന് തീരുമാനിച്ചു. ഇനി തിരുവനന്തപുരത്തിനില്ല. പിന്നെ എങ്ങടാണ് എന്നാണെന്നൊക്കെ നിങ്ങൾ അറിയും. പോരെ? ഇപ്പൊ രണ്ടാളും വേഗം സ്ഥലം വിടാൻ നോക്ക്. ഇന്ത്യൻ റെയിൽവേ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ നായർക്ക് വേണ്ടി കാത്തു നിൽക്കൊന്നുമില്ല. ഞങ്ങള് പുറപ്പെടുകയാണ് സ്വാമി. ഞാനും പുറപ്പെടുകയാണ്. അഡ്രസ് തരുന്നതിൽ വിരോധമില്ലല്ലോ? എന്ത് വിരോധം? എല്ലാവരും പോയോ? ഇല്ല, നിർമ്മല മാത്രം പോയിട്ടില്ല. അവള് 2 ദിവസം ഇവിടെ നിന്നിട്ട് എങ്ങിട്ടാന്ന് തീരുമാനിക്കത്രേ. ഒറ്റയ്ക്ക്? അതെ, ഞാൻ പറഞ്ഞുല്ലോ കൃഷ്ണേട്ടന്റെ വീട്ടിലെ സ്ഥിതി. ഞാൻ ഒറ്റപ്പാലത്തിന് വിളിച്ചു. 2 ദിവസം ഇവിടെ സ്വസ്ഥായിട്ട് നിൽക്കണമെന്ന് വാശി. എങ്ങിട്ടാന്ന് പിന്നെ ആലോചിച്ച് തീരുമാനിക്കത്രേ. എന്നാലും ഒറ്റയ്ക്ക് ഇവിടെ എനിക്ക് ഒരു മനസമാധാനവും ഇല്ല. എപ്പോഴും തൂങ്ങിപ്പിടിച്ചിരിക്കണതേ കണ്ടിട്ടുള്ളൂ. ഇപ്പോ എല്ലാം ഒരു തമാശയാ. ചിരിയും വർത്താനവും ചെറിയ കുട്ടികളെ പോലെ. പോട്ടെ, ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയും കാണാം. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. चलिए
स्वामी जी सिर्फ 2 आदमी और आने हैं। स्वामी जी सब लोग आ गए हैं, चलिए। നിന്നെ ഞാൻ എങ്ങോട്ടും പറഞ്ഞേക്കില്ല, എങ്ങോട്ടും. വരട്ടാ